മലയാളിയുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഉൽപ്പന്നമാണ് നാളികേരം. പണ്ടുകാലം മുതൽക്കേ കേരളത്തിലെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലായി നിൽക്കുന്ന ഉൽപ്പന്നം എന്ന നിലയിൽ നാളികേരത്തിന്റെ പങ്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ്. കേരളത്തിലാണ് ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നത്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം കേരളത്തിലെ നാളികേര കൃഷി 2020-21 വർഷത്തിൽ 7,60,700 ഹെക്ടർ ഭൂമിയിലാണ്. ഏകദേശം 6,974.50 ദശലക്ഷം തേങ്ങയാണ് ഉൽപ്പാദനം. വർഷം തോറും നാളികേര ഉൽപ്പാദനത്തിന്റെ അളവ് കുറയുന്നുണ്ടെങ്കിലും കേരളത്തിലെ കർഷകർക്ക് ഇന്നും ഈ കൃഷി ഒരു പിടിവള്ളി തന്നെയാണ്. ഇന്ന് കേരളത്തിൽ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നാളികേരം പരമ്പരാഗതമായ ഉപയോഗങ്ങളിൽപ്പെടുന്ന വെളിച്ചെണ്ണയ്ക്കും ഭക്ഷ്യ ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രമാണ് സംഭരിക്കപ്പെടുന്നതും ഉപയോഗിക്കപ്പെടുന്നതും. വളരെ കുറച്ചളവിൽ മാത്രമേ മറ്റുള്ള വൈവിധ്യവൽക്കരണത്തിനായി നാളികേരം ഉപയോഗിക്കുന്നുള്ളൂ. ഈയൊരടിസ്ഥാനത്തിൽ കണക്കിലെടുക്കുമ്പോൾ സംസ്ഥാനത്തെ നാളികേര വില പ്രധാനമായും വെളിച്ചെണ്ണയും കൊപ്രയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കർഷകർക്ക് താങ്ങാവുന്ന രീതിയിലുള്ള പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവും വിപണനവും കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ടു പോയാൽ മാത്രമേ തകർച്ചയിലേക്ക് പോവാതെ കേരളത്തിലെ നാളികേര കൃഷിയെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയൂ. കൃഷി നഷ്ടമാകുമ്പോൾ സ്വാഭാവികമായും ശാസ്ത്രീയമായ കൃഷി രീതിയിൽ നിന്നും കേരളത്തിലെ കർഷകർ പിന്മാറുകയും അത് കൂടുതൽ നാളികേര കൃഷിയുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യും. നിലവിലെ നാളികേര കൃഷിയുടെ ഈ പരിതസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ കേരള കാർഷിക സർവകലാശാലയും പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രവും ചേർന്ന് ഏതാനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സാങ്കേതിക മികവോടെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. നാളികേര ചിപ്സ്, നാളികേര ശർക്കര ലഡ്ഡു, റവ നാളികേരം ലഡ്ഡു, ചമ്മന്തിപ്പൊടി, ഉരുക്ക് വെളിച്ചെണ്ണ തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. കോക്കനട്ട് ചിപ്സ് അല്ലെങ്കിൽ നാളികേര ചിപ്സ്. നാളികേരത്തിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ ഏറെ പ്രചാരം നേടിയ ഒന്നാണ് നാളികേര ചിപ്സ്. പരമ്പരാഗതമായ മറ്റു ചിപ്സുകളുടെ ഉൽപ്പാദന രീതികളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് നാളികേര ചിപ്സിന്റെ ഉൽപ്പാദന രീതി. കുറഞ്ഞ നാരുകളുള്ള അധികം മൂപ്പെത്താത്ത നാളികേരമാണ് ചിപ്സ് ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കുന്നത്. നിശ്ചിത യന്ത്രവൽക്കരണ സംവിധാനത്തിലൂടെ നാളികേരത്തിന്റെ തൊണ്ടും ചിരട്ടയും പുറത്തെ തവിട്ട് നിറത്തിലുള്ള പാളിയും നീക്കം ചെയ്ത് വൃത്തിയാക്കിയെടുക്കുന്നു. വൃത്തിയാക്കി മുറിച്ചെടുത്ത നാളികേരക്കാമ്പ് പ്രത്യേക സ്ലൈസിംഗ് മെഷീന്റെ സഹായത്തോടെ കനം കുറഞ്ഞ ചെറിയ ചീളുകളാക്കി മാറ്റുന്നു. ഇവയെ ഉടനെ തന്നെ തണുത്ത വെള്ളത്തിലും ചൂടുവെള്ളത്തിലും കഴുകിയെടുത്ത് ഉപ്പും വാനില എസൻസും ചേർത്ത പഞ്ചസാര ലായനിയിൽ 1 മണിക്കൂർ നേരത്തേക്ക് മുക്കിവെക്കുന്നു. ശേഷം നാളികേര ചീളുകളെ ലായനിയിൽ നിന്നും നീക്കം ചെയ്ത് ഒരു ട്രേയിൽ നിരത്തി ഹോട്ട് എയർ ഡ്രയറിൽ ഉണക്കുന്നു. ഉണക്കിയെടുത്ത നാളികേര ചിപ്സ് കാണാൻ നല്ല തൂവെള്ള നിറത്തിലും സവിശേഷമായ സുഗന്ധത്തോടെയും നല്ല ക്രിസ്പിയായിട്ടും ഉള്ളതാണ്. പരമ്പരാഗത ചിപ്സുകളെ അപേക്ഷിച്ച് എണ്ണ ഉപയോഗിക്കാതെ നിർമ്മിക്കുന്നതിനാൽ ഇവയിൽ ആരോഗ്യത്തിന് മോശമായ പൂരിത കൊഴുപ്പ് എന്നറിയപ്പെടുന്ന സാച്ചുറേറ്റഡ് ഫാറ്റിന്റെയും ചീത്ത കൊളസ്ട്രോളിന്റെയും അളവ് കുറവായിരിക്കും. ഇങ്ങനെ നിർമ്മിക്കുന്ന നാളികേര ചിപ്സ് വായു കടക്കാത്ത വിധം പാക്ക് ചെയ്തതിനു ശേഷം 3 മാസത്തോളം കേടുകൂടാതെയിരിക്കും. നാളികേര ശർക്കര ലഡ്ഡു. കനം കുറഞ്ഞ അളവിൽ ചിരകിയെടുത്ത നാളികേരമാണ് നാളികേര ലഡ്ഡു ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അടി കട്ടിയുള്ള ഉരുളിയിൽ നെയ്യ് ചൂടാക്കി ഉണക്കമുന്തിരി വറുത്തു കോരുക. അതിനുശേഷം ഉരുക്കിയെടുത്ത ശർക്കര ലായനി ചേർത്ത് വറുത്തെടുക്കുക. ഇതിലേക്ക് ഈന്തപ്പഴ സിറപ്പും
തേങ്ങാപ്പാലും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ആവശ്യത്തിന് പഞ്ചസാര പൊടിച്ചതും വറുത്തുവെച്ച ഉണക്കമുന്തിരിയും ഏലക്കാപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഉരുട്ടിയെടുക്കാൻ പാകമായ പരുവമാകുമ്പോൾ തീ അണയ്ക്കുക. ഈ മിശ്രിതം ആവശ്യമായ അളവിൽ ഉരുട്ടിയെടുത്ത് ലഡ്ഡു രൂപത്തിലാക്കിയതിനു ശേഷം പാക്ക് ചെയ്ത് വിപണനം ചെയ്യാവുന്നതാണ്.